Hello students, today we are going to discuss about how to prepare trial balance. ട്രയൽ ബാലൻസ് നമുക്ക് രണ്ട് രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഇതുപോലെ നമുക്ക് കുറച്ച് ട്രാൻസാക്ഷൻസ് തന്നിട്ട് അതിൻ്റെ അകത്ത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാം. അതേപോലെ തന്നെ കുറച്ച് ലെഡ്ജറും അതിന് ബാലൻസസും തന്നിട്ട് നമുക്ക് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനും ചോദിച്ച് കാണലുണ്ട് സാധാരണ രീതിയിൽ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ട്രാൻസാക്ഷൻസ് തന്നിട്ട് നമുക്ക് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എവിടെയുണ്ട്, പ്രിപ്പയർ ട്രയൽ ബാലൻസസ് ഓഫ് ABC എന്റർപ്രൈസസ് ഫ്രം ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ ഇൻ ഏപ്രിൽ 2023. നമുക്ക് കുറച്ച് ട്രാൻസാക്ഷൻസ് തന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ ബേസിൽ എങ്ങനെയാണ് നമുക്ക് ടാലിയിൽ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഞാൻ ആദ്യം ഒന്ന് ടാലി ഓപ്പൺ ചെയ്യാണ്. ടാലി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടിന്യൂ ഇൻ എഡ്യൂക്കേഷൻ മോഡ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് കമ്പനി ക്രിയേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ കമ്പനി ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് ഇവിടെ ബട്ടൺ പാനലിൽ F3 ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ക്രിയേറ്റ് കമ്പനി കൊടുക്കുന്നു. നമ്മൾ കമ്പനീന്റെ പേര് ABC എന്റർപ്രൈസസ് എന്നല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ABC എന്റർപ്രൈസസ് എന്ന് പറഞ്ഞിട്ട് തന്നെ കമ്പനീന്റെ പേര് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം എന്താണ് സ്റ്റേറ്റ് കൊടുക്കുക, കേരള. ഓക്കെ, സ്റ്റേറ്റ് കൊടുത്തു. പിന്നെ അതിനുശേഷം ഇവിടെ പറയുന്നത് എന്താണ്, ഫ്രം ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ ഇൻ ഏപ്രിൽ 2023 എന്നാണ് അല്ലേ. അപ്പൊ നമുക്ക് കമ്പനി ഡേറ്റ കൊടുക്കുക, 1st April 2023. സെയിം തന്നെ താഴെയും കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. ഓക്കെ, സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം കമ്പനി ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ ഷോ മോർ ഫീച്ചേഴ്സ് എന്നുള്ളത് എന്ത് ചെയ്യണം, യെസ് ആക്കി കൊടുക്കണം. യെസ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോസ്റ്റ് സെന്റർ ചെയ്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, കോസ്റ്റ് സെന്ററിന്റെ ഫീച്ചേഴ്സ് യെസ് ആക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മളിവിടെ കോസ്റ്റ് സെന്റർ ചെയ്യാത്തത് കൊണ്ട് നമുക്ക് അവിടെ യെസ് ആക്കേണ്ട ആവശ്യമില്ല. ദെൻ മെയിൻറ്റെയിൻ ഇൻവെന്ററി എന്നുള്ള ഫീച്ചർ എന്ത് ചെയ്യുക, നോ ആക്കിയതിനു ശേഷം സേവ് ചെയ്തു. Ctrl A ആണ് ഞാനിപ്പോൾ പ്രസ് ചെയ്തത്. അതിനുശേഷം എന്താണ്, ഇവിടെ ട്രയൽ ബാലൻസ് എന്നുള്ളൊരു ചെയ്തൊരു കമ്പനി ആയിട്ട് നമുക്ക് അതിന് എന്ത് ചെയ്യണം, ഷട്ട് ചെയ്യണം അല്ലെ. F3 തന്നെ എടുത്തു, ഷട്ട് കമ്പനി സെലക്ട് ചെയ്തു, ട്രയൽ ബാലൻസ് ഷട്ട് ചെയ്തു. ഇനി പീരീഡ് ചേഞ്ച് ചെയ്യണമല്ലോ. ഫംഗ്ഷൻ Alt F2 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പീരീഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കമ്പനി ക്രിയേറ്റ് ചെയ്ത ഡേറ്റ് ഇയർ എപ്പോഴായിരുന്നു, 2023 ഏപ്രിൽ അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, പീരീഡും 1st April 2023 മുതൽ 31st March 2024 ഇതല്ലേ നമ്മൾ പീരീഡ് വരുന്നത്. സേവ് ചെയ്തു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കറണ്ട് പീരീഡ് എന്ന് പറഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡ് കോർണറിൽ കാണാൻ വേണ്ടി പറ്റും. 1st April 2023 to 31st March 2024. നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചു, കമ്പനി ക്രിയേറ്റ് ചെയ്തു, അതുപോലെ തന്നെ പീരീഡ് ചേഞ്ച് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇവിടെ കുറച്ച് ട്രാൻസാക്ഷൻ, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നമുക്ക് കുറച്ച് ട്രാൻസാക്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. 1st April എന്താണ്, സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 8 lakh. പിന്നെ 3rd April പർച്ചേസ്ഡ് ഫർണിച്ചർ ഉണ്ട്. അങ്ങനെ നമുക്ക് കുറച്ചധികം ട്രാൻസാക്ഷൻ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ ട്രാൻസാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ലെഡ്ജേഴ്സ് പ്രിപ്പയർ ചെയ്യണം. ഇവിടെ ഏതൊക്കെയാണ് ലെഡ്ജേഴ്സ് വരുന്നത്, സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്ന് പറയുമ്പോൾ ലെഡ്ജേഴ്സ് ഏതൊക്കെയാണ് വരുന്നത്, ക്യാഷും വരും, ക്യാപിറ്റലും വരും. ക്യാഷ് നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല. അപ്പൊ ഇവിടെ എന്ത് ചെയ്താൽ മതി, ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ മതി അല്ലെ. ദെൻ പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ് എന്ന് പറയുമ്പോൾ എന്താ എൻട്രി വരുന്നത്, ഫർണിച്ചർ അക്കൗണ്ട്. ഇവിടെ നമുക്ക് ഫിക്സഡ് അസറ്റ് ആണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫിക്സഡ് അസറ്റിന്റെ പേര് നമ്മൾ മെൻഷൻ ചെയ്യണം. ഓക്കെ, ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ്, ഫർണിച്ചർ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാനുണ്ട്. നെക്സ്റ്റ് എന്താണ്, ബോട്ട് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം രാമൻ ട്രേഡേഴ്സ്. രാമൻ ട്രേഡേഴ്സിന്റെ കയ്യിൽ നിന്ന് നമുക്ക് ക്രെഡിറ്റിനാണ് സാധനം പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു രാമൻ ട്രേഡേഴ്സ്. പർച്ചേസ് മീൻസ് ക്രെഡിറ്റ് പർച്ചേസ് ആയതുകൊണ്ട് തന്നെ രാമൻ ട്രേഡേഴ്സിനെ നമ്മൾ എന്തായിട്ട് ചെയ്യണം, സൺട്രി ക്രെഡിറ്റേഴ്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ രണ്ട് ലെഡ്ജേഴ്സ് ഏതൊക്കെയാണ്, ബോട്ട്, അതായത് ബോട്ട് എന്ന് പറയുന്നത് കൊണ്ട് പർച്ചേസ് എന്നാണ് നമുക്ക് ഉദ്ദേശിക്കുന്നത് അല്ലെ. പർച്ചേസും അതേപോലെ തന്നെ രാമൻ ട്രേഡേഴ്സും ക്രിയേറ്റ് ചെയ്യണം. ആൻഡ് ഈ റെന്റ് പെയ്ഡിൽ റെന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്ന് പറയുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു സെയിൽസ് വരും അല്ലെ. അപ്പോൾ നമുക്ക് സെയിൽസ് ക്രിയേറ്റ് ചെയ്യണം. ഓപ്പൺ എ കറണ്ട് അക്കൗണ്ട് ഇൻ SBI. ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് SBI അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് വരും. അപ്പോൾ SBI ക്രിയേറ്റ് ചെയ്യണം. ലാസ്റ്റ് വൺ പെയ്ഡ് സാലറി ആണ്. സാലറി അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെയ്ഡ് എന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എന്താണോ പേ ചെയ്യുന്നത് അത് ടു ക്യാഷ്, അതായത് റെന്റ് ആണെങ്കിൽ റെന്റ് ടു ക്യാഷ്, സാലറി ആണെങ്കിൽ സാലറി അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും ലെഡ്ജേഴ്സ് അവിടെ ക്രിയേറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ ആദ്യം എങ്ങനെയാണ് ലെഡ്ജേഴ്സ് ചെയ്യാന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ക്രിയേറ്റ് എടുത്തു, അതിനുശേഷം എന്താണ്,
ലെഡ്ജർ പ്രസ് ചെയ്ത് അല്ലേ. അതിനുശേഷം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷിന് ക്യാഷ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ക്യാപിറ്റൽ അല്ലേ നമുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ക്യാപിറ്റൽ അണ്ടർ ഗ്രൂപ്പ് എന്താണ്, ക്യാപിറ്റൽ അക്കൗണ്ട് തന്നെയാണ്, സേവ് ചെയ്തു. നെക്സ്റ്റ് എന്തായിരുന്നു, പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ്, ഫർണിച്ചർ അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് ആണ് അല്ലെ. അപ്പൊ ഫർണിച്ചർ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. ഫർണിച്ചർ അണ്ടർ ഗ്രൂപ്പ് ഫിക്സഡ് അസറ്റ്. ഓക്കെ അല്ലേ, സേവ് ചെയ്തു. നെക്സ്റ്റ് മൂന്നാമത്തെ എന്താണ് പറയുന്നത്, ബോട്ട് ഗുഡ്സ് അല്ലെ, ബോട്ട് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം രാമൻ ട്രേഡേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, രാമൻ ട്രേഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യണം, പർച്ചേസും ക്രിയേറ്റ് ചെയ്യണം. ആദ്യം പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് അണ്ടർ ഗ്രൂപ്പ് എന്താണ്, പർച്ചേസ് അക്കൗണ്ട് സേവ് ചെയ്തു. അതിനുശേഷം രാമൻ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് സൺട്രി ക്രെഡിറ്റേഴ്സ് ആയിട്ട് നമ്മൾ ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് എന്താണ്, പെയ്ഡ് റെന്റ് ആണ് അല്ലെ. റെന്റും ഉണ്ട്. നെക്സ്റ്റ് ആണെങ്കിൽ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. അപ്പൊ റെന്റും ചെയ്യണം നമുക്ക്, നെക്സ്റ്റിലാണെങ്കിൽ സെയിൽസും ചെയ്യാനുണ്ട്. റെന്റ് അണ്ടർ ഗ്രൂപ്പ് എന്തായിരുന്നു, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് അല്ലെ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് നമ്മൾ ചെയ്തു. ഇല്ല, നെക്സ്റ്റ് എന്താണ്, സെയിൽസ്. അപ്പൊ നമുക്ക് ഇവിടെ എല്ലാം നമുക്ക് ഇങ്ങനെ ചെയ്തു വെക്കാം, ഇങ്ങനെ എല്ലാ ലെഡ്ജേഴ്സും ഇവിടെ തന്നെ ചെയ്തു വെക്കാം. അല്ലെങ്കിൽ ബാക്കിയുള്ള ലെഡ്ജേഴ്സ് നമുക്ക് തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഏതൊക്കെയാ, ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട് വിത്ത് SBI അല്ലെ. അപ്പൊ SBI അവിടെ നിൽക്കട്ടെ, സാലറി നമുക്ക് തൽക്കാലം അവിടെ നിൽക്കട്ടെ. വൗച്ചർ എൻട്രി തന്നെ എങ്ങനെ ലെഡ്ജർ ചെയ്യാന്നുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് ഇതിലൂടെ ഒന്ന് നോക്കാം. ഓക്കെ, തൽക്കാലം ഞാൻ രണ്ടെണ്ണം വിട്ടുപോയി എന്ന് വിചാരിക്കുക കേട്ടോ നിങ്ങളെ. അതിനുശേഷം എന്താണ്, നമ്മൾ ലെഡ്ജർ എല്ലാം ക്രിയേറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. നെക്സ്റ്റ് എസ്കേപ്പ് അടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വൗച്ചർ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ താഴെ കാണുന്ന വൗച്ചേഴ്സ് ക്ലിക്ക് ചെയ്ത് അല്ലെ. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ഒറ്റൊരു എമൗണ്ട് കോളം മാത്രം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ക്ലിക്ക് ചെയ്യണം, ചേഞ്ച് മോഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡബിൾ എൻട്രി മോഡിലേക്ക് ആക്കി കൊടുക്കണം. ആദ്യം എന്താ എൻട്രി വന്നത്, നമുക്ക് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 8 lakh ആണ് നമ്മളുടെ എൻട്രി വന്നത്, 1st April ആണ് അല്ലെ. അപ്പൊ വൗച്ചർ ഡേറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് F2 ഫംഗ്ഷൻ F2 മാത്രം അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വൗച്ചർ ഡേറ്റ് മാറ്റാൻ പറ്റും. 1st April 2023. ഓക്കെ, പീരീഡ് ചേഞ്ച് ചെയ്യാനാണെങ്കിൽ ഫംഗ്ഷൻ ഓൾട്ട് F2 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്, ബിസിനസ്സിലേക്ക് ക്യാഷ് വരുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് റിസീപ്റ്റിലല്ലേ ചെയ്യേണ്ടത്, റിസീപ്റ്റ് ക്ലിക്ക് ചെയ്തു. എന്താ ഇവിടെ 2 എന്നാണ് ആദ്യം കാണിക്കുന്നത്, എൻട്രി എന്താ നമുക്ക് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാപിറ്റൽ എന്നല്ലേ. അപ്പോൾ ഇവിടെ 2 ആണ് ആദ്യം ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്തു, ക്യാപിറ്റൽ സെലക്ട് ചെയ്തു. 8 lakh ആയിരുന്നു നമ്മളുടെ എമൗണ്ട്. അതിനുശേഷം ബൈ എന്നുള്ളിടത്ത് എന്താണ്, ക്യാഷ് നമ്മൾ സെലക്ട് ചെയ്തു, സേവ് ചെയ്തു. ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് എന്താണ്, പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ് ആണ്. ഫർണിച്ചർ വാങ്ങുന്ന സമയത്ത് നമ്മൾ അത് എവിടെ കാണിക്കണം, ഫർണിച്ചർ വാങ്ങുമ്പോൾ നമുക്ക് പൈസ പോവല്ലേ ചെയ്യുന്നത്. അപ്പൊ പേയ്മെന്റ് കാണിക്കാം, പേയ്മെന്റ് ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ്. ഫർണിച്ചർ ബൈ എന്ന് പറഞ്ഞത് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഫർണിച്ചർ ഡെബിറ്റിലുള്ള കാര്യമാണ് ആദ്യം കൊടുക്കേണ്ടത്. ഫർണിച്ചർ എമൗണ്ട് എത്രയാണ് വരുന്നത്, 60,000 വരുന്നുണ്ട്. ഓക്കെ, ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് വരും. ഓക്കെ, അതും നമ്മൾ സേവ് ചെയ്തു. നെക്സ്റ്റ് എന്താണ്, ബോട്ട് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം രാമൻ ട്രേഡേഴ്സ്. രാമൻ ട്രേഡേഴ്സിന്റെ കയ്യിൽ നിന്ന് നമുക്ക് ഗുഡ്സ് വാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ എൻട്രി വരിക, പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു രാമൻ ട്രേഡേഴ്സ് ആണ്. ഓക്കെ, പർച്ചേസ് ആയതുകൊണ്ട് നമുക്ക് എവിടെ കാണിക്കണം, ഈ F9 പർച്ചേസിൽ കാണിക്കണം. ശ്രദ്ധിക്കുക, ഇവിടെ റേറ്റ് പെർ അതുപോലെ തന്നെ എമൗണ്ട് എന്ന് പറയുന്നതൊക്കെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് അല്ലെ. എമൗണ്ടിന് പകരം നമുക്ക് ഇവിടെ ഒന്നും കൂടി എന്ത് ചെയ്യണം, ചേഞ്ച് മോഡ് ക്ലിക്ക് ചെയ്തതിനു ശേഷം വൗച്ചറിലേക്ക് ട്രാൻസാക്ഷൻ മാറ്റി കൊടുക്കണം. ഡെബിറ്റ് ക്രെഡിറ്റ് എന്നുള്ള എമൗണ്ട് വന്നിരിക്കും. പർച്ചേസ്ഡ് ബോട്ട് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്, നമ്മൾ എന്തായിരുന്നു എൻട്രി, ബോട്ട് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം രാമൻ ട്രേഡേഴ്സ്. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു രാമൻ, ഇവിടെ 2 എന്ന് ആയതുകൊണ്ട് തന്നെ രാമൻ ട്രേഡേഴ്സ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്തു. റിസീപ്റ്റ് ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് എൻട്രി അടിച്ചങ്ങ് പോയാൽ മതി. പാർട്ടി ഡീറ്റെയിൽസ്, രാമൻ ട്രേഡേഴ്സിന് എമൗണ്ട് എത്രയായിരുന്നു, 90,000 ആയിരുന്നു അല്ലെ. ഇത് നമുക്ക് ന്യൂ റെഫറൻസ് കൊടുത്തിട്ട് സേവ് ചെയ്യാം, പർച്ചേസ്. ഓക്കെ, പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു രാമൻ ട്രേഡേഴ്സ് കേട്ടോ. നെക്സ്റ്റ് എന്താ വരുന്നത്, പെയ്ഡ് റെന്റ്. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഓരോന്നിനും ഡേറ്റ് മാറ്റി മാറ്റി കൊടുക്കാം കേട്ടോ. ഞാനിപ്പോ തൽക്കാലം ഡേറ്റ് കൊടുക്കുന്നില്ല, ഡേറ്റ് കൊടുത്താലും കൊടുത്തിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, പെയ്ഡ് റെന്റ്. പേയ്മെന്റിലല്ലേ കാണിക്കേണ്ടത്, പേയ്മെന്റ് എടുത്തു. റെന്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ്, ഇവിടെ ഡെബിറ്റ് ആണ് ആദ്യം കാണിക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പൊ റെന്റ് നമ്മൾ സെലക്ട് ചെയ്തു, 7,500. ഓക്കെ, ടു ക്യാഷ്, സേവ് ചെയ്തു. നെക്സ്റ്റ് എന്ത് വരുന്നത്, സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ആണ്. സെയിൽസിലല്ലേ കാണിക്കുക, സെയിൽസ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് പാർട്ടി നെയിം എന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് പർച്ചേസിനും സെയിൽസിലും മാത്രമേ വരുള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ചേഞ്ച് മോഡ് ക്ലിക്ക് ചെയ്തിട്ട് ആസ് വൗച്ചറിലേക്ക് മാറ്റി കൊടുക്കണം. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്നല്ലേ നമുക്ക് എൻട്രി ട്രാൻസാക്ഷൻ വന്നിട്ടുണ്ടായിരുന്നത്.
അതെ, സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 55,000. എന്താ എൻട്രി വരുക? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ്. ഡിസ്പാച്ച് ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കണ്ട, പാർട്ടി ഡീറ്റെയിൽസും കൊടുക്കേണ്ട ആവശ്യമില്ല. എമൗണ്ട് കൊടുക്കുക 55,000. സെയിൽസ് കൊടുക്കുക അല്ലെ, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ്. എൻട്രി അടിക്കുക, ദെൻ സേവ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് എന്താണ്? ഓപ്പൺ കറണ്ട് അക്കൗണ്ട്. ശ്രദ്ധിക്കുക, നമ്മൾ ഇതിന്റെ ലെഡ്ജർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ, SBI ലെഡ്ജർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇവിടെ ഓപ്പൺ കറണ്ട് അക്കൗണ്ട് ഇൻ SBI 20,000 എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ബാങ്കും ക്യാഷും ഒരുമിച്ച് വരുന്ന ട്രാൻസാക്ഷൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എവിടെയാണ് സാധാരണ ചെയ്യുക? കോൺട്രാ വൗച്ചേഴ്സിലാണ് ചെയ്യുക. ഇവിടെ കാണാം F4 കോൺട്രാ. എൻട്രി എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ആണ്. ബാങ്കിന്റെ പേര് തന്നത് കൊണ്ട് തന്നെ നമുക്ക് SBI എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ഉണ്ടായിരുന്നില്ലല്ലോ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് എന്നാണ്. 2 അവിടെ വന്നിട്ടുണ്ട്, ക്യാഷ് നമുക്ക് ഓൾറെഡി സെലക്ട് ചെയ്യാം. എമൗണ്ട് എത്രയാ? 20,000 കൊടുത്തു. ഇവിടെ ബൈ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താണ്? ബാങ്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വിട്ടുപോയി. കുഴപ്പമില്ല, നമുക്ക് ഇവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അല്ലെ. ഇവിടുന്ന് ക്രിയേറ്റ് കൊടുക്കുക, അതായത് SBI ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ മതി. സേവ് ചെയ്തു, സേവ് ചെയ്തു. ലാസ്റ്റ് വൺ എന്താണ്? പെയ്ഡ് സാലറി ആണ് അല്ലെ, പേയ്മെന്റിൽ ചെയ്യണം. അപ്പൊ സാലറി അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ആണ്. നമ്മൾ സാലറിയും ലെഡ്ജർ ചെയ്യാൻ വേണ്ടി വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അല്ലെ. ക്രിയേറ്റ് കൊടുത്തതിന് ശേഷം സാലറി. അപ്പൊ ഇതിങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ വിട്ടുപോയി എന്നൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിലേ ആദ്യം ലെഡ്ജർ അക്കൗണ്ട് പഠിക്കണം. അതിനുശേഷം നമ്മൾ ഓരോ ട്രാൻസാക്ഷൻസിന്റെ വൗച്ചർ എൻട്രിയും കൂടി പഠിക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ. 18,000 ആണ് എമൗണ്ട് വന്നിരിക്കുന്നത് ടു ക്യാഷ്. അപ്പൊ സാലറി അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് സേവ് ചെയ്തു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ ഇവിടെ ചെയ്ത് കഴിഞ്ഞു അല്ലെ. എല്ലാ ട്രാൻസാക്ഷൻസും ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താണ് ഇതിന് വേണ്ടത്? നമുക്ക് അതിന് ഡിസ്പ്ലേയിൽ ട്രയൽ ബാലൻസ് ആണ് നമുക്ക് കാണിക്കാൻ വേണ്ടി പറയുന്നത് അല്ലെ. SK പഠിച്ചതിന് ശേഷം നമുക്ക് ഇവിടെ റിപ്പോർട്ടിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ലേ, ഡിസ്പ്ലേ മോർ റിപ്പോർട്ട് എന്ന് പറയുന്നത്. എൻട്രി അടിക്കുക, ട്രയൽ ബാലൻസ് കാണിച്ചു കൊടുക്കുക. ഇതാണ് നമ്മളുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഫംഗ്ഷൻ Alt F1 പ്രസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടെ കാണിച്ചു തരും. അപ്പൊ ഇതാണ് നമ്മളുടെ ട്രയൽ ബാലൻസ്. വൗച്ചർ അതായത് ട്രാൻസാക്ഷൻസ് തന്നിട്ട് നമുക്ക് എങ്ങനെ റെക്കോർഡ് ചെയ്യാം, എങ്ങനെ ട്രയൽ ബാലൻസ് ഡിസ്പ്ലേ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പഠിച്ചത് കേട്ടോ. ഓക്കെ.